പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇത്രയും രഹസ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നോ? ആ രഹസ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ നീല നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ ഒന്നാമത്തെ ഫയല് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം രഹസ്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. ഒന്നും അറിയാത്തതുപോലെ, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരം രഹസ്യങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കാതെ, പറയാതെ ആ വ്യക്തി മുന്നോട്ട് പോവുകയായിരുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കൃത്യമായി സൂക്ഷിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ വ്യക്തി തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ അനവധിയാണ്. ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ രഹസ്യം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒളിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങളെ വഞ്ചിക്കുവാനോ നിങ്ങളുടെ ആ രഹസ്യം മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും സ്വാർത്ഥമായ കാര്യങ്ങൾ നേടിയെടുക്കാനല്ല ആ വ്യക്തി ശ്രമിച്ചത്. നേരെ മറിച്ച് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ആ വ്യക്തിയുടേതായ ആ രഹസ്യം പച്ചയായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുമോ, മാറ്റി നിർത്തുമോ എന്നുള്ള വലിയ രീതിയിലുള്ളൊരു സംശയം ആ വ്യക്തിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അത് കൃത്യമായി മറച്ചു വെച്ചത്. ആ വ്യക്തിക്കൊരിക്കലും നിങ്ങളോട് പിണക്കമോ നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ ഒന്നും ഇല്ല. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ പല സംഭവ വികാസങ്ങളും ഈ ജീവിതത്തിലുണ്ടായി. നിങ്ങളോട് കൃത്യമായൊരു സമയത്ത് താൻ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ പറയുവാനായിട്ട് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതെന്നാണ് അതിന് സൗകര്യം ഒരുങ്ങുക എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിൽ തന്നെയായിരുന്നു ആ വ്യക്തി. ആ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിയാൽ മതി, നിങ്ങളിലേക്ക് എത്താൻ ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നിങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളുമായി ചേർന്ന് നല്ല രീതിയിൽ ജീവിച്ച് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒറ്റൊരു കളങ്കവുമില്ല. നമുക്ക് രണ്ടാമത്തെ ഫയലായ ഈ താറാവിൻ്റെ കുഞ്ഞ് ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് വിചാരിച്ചിരുന്നത് നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളല്ലാതെ മറ്റാരും സ്വയം രക്ഷയ്ക്കില്ലാത്ത, ആരാലും സംരക്ഷിക്കപ്പെടാതെ പോകുന്നൊരു വ്യക്തിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുപാട് സ്നേഹവും നിഷ്കളങ്ക ഭാവമുള്ള നിങ്ങളുടെ സംസാരത്തിനും ചിന്തയ്ക്കും നിങ്ങളുടെ പെരുമാറ്റങ്ങൾക്കും ആ വ്യക്തി എപ്പോഴും കൂട്ടുനിൽക്കുകയും നിങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ജീവിക്കാനും ഒക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്നും മാറി ഒരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ നിഷ്കളങ്കമായ ഒരു പെരുമാറ്റമല്ല, അല്ലെങ്കിൽ നിഷ്കളങ്കമായൊരു മനസ്സല്ല ആ വ്യക്തിക്കുണ്ടായിരുന്നത്. നിങ്ങളെ ഒരുപാട് ആത്മാർത്ഥമായ ആ വ്യക്തി സ്നേഹിക്കുന്നു. നിങ്ങളെ ഒരുപാട് ആത്മാർത്ഥമായ ആ വ്യക്തി സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയിലെ നിഷ്കളങ്ക ഭാവത്തെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി തൻ്റെ അറിവും വിവരവും തൻ്റെ കഴിവും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലൊരു നിഷ്കളങ്ക ഭാവം അഭിനയിക്കുകയായിരുന്നു. അതിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമല്ല. നിങ്ങളിൽ നിന്നുള്ള സ്നേഹം മുഴുവനും ആ വ്യക്തി ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ സ്നേഹം ആ വ്യക്തി ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നത് മൂലം നിങ്ങളുടെ മുമ്പിൽ താനൊരു നിഷ്കളങ്കതയുള്ള വ്യക്തിയാണ്,
നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴും, ആ വ്യക്തി അറിഞ്ഞിരുന്നപ്പോഴും നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നത്. ഒരിക്കൽ പോലും നിങ്ങളുടെ ഇതുപോലുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു ഇഷ്ടത്തെ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിഷ്കളങ്കമല്ലാത്തൊരു ഭാവം കാണിക്കാൻ ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല. മനഃപൂർവ്വം ആ വ്യക്തി തനിക്കില്ലാത്ത നിഷ്കളങ്കത അഭിനയിക്കുകയായിരുന്നു. പക്ഷേ അതൊരു ദുരുദ്ദേശത്തിന് വേണ്ടിയല്ല. ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ സ്നേഹം കൂടുതലായി കൈപ്പറ്റണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ നിഷ്കളങ്കത നിങ്ങളിൽ കാണിക്കണം, നിങ്ങളോട് കാണിക്കണം. താനൊരു നിഷ്കളങ്കതയുള്ള, അറിവില്ലാത്ത, പലതിനും എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു വ്യക്തിയാണെന്ന് ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. ഇതറിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. തന്നെ പറ്റിക്കുകയാണോ, അല്ലെങ്കിൽ തന്നെ പറ്റിക്കുകയായിരുന്നോ എന്നുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ കിട്ടുവാനായ ആ വ്യക്തി അഭിനയിച്ചതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.